എല്ലാവർക്കും നമസ്കാരം. സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, അതിന്റെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് അത് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ പ്രസന്റേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള മാനേജ്മെന്റ് വിദഗ്ധനായ ഹെൻറി ഫയോളിന്റെ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഹെൻറി ഫയോൾ 1841 ഫ്രാൻസിൽ ജനിച്ചു. ബേസിക്കലി അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത് ഒരു മൈനിങ് എഞ്ചിനീയർ ആയിട്ടാണ്. എന്നാൽ അദ്ദേഹം പിന്നീട് ഒരു മാനേജ്മെന്റ് തിയറിസ്റ്റായി അറിയപ്പെടും. His main book is General and Industrial Management. Because of these contributions, he is considered as the father of general management. We can directly go through the principles of management. The first principle is division of labor, തൊഴിൽ വിഭജനം. Division of labor refers to the process of subdividing a complex task into small elements. ഒരു സങ്കീർണമായ തൊഴിലിനെ, ഒരു ജോലിയെ ചെറിയ ചെറിയ എലമെന്റുകളായി മുറിച്ച് ജീവനക്കാരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രവർത്തനമാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ഷർട്ട് മാനുഫാക്ചറിംഗ് കമ്പനിയാണെന്ന് ഇരിക്കട്ടെ. അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രോസസ് ഷർട്ട് സ്റ്റിച്ചിങ് ആണ്. ഷർട്ട് സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ടാസ്കിനെ നമ്മൾ വിവിധ പ്രോസസ്സുകളായി ഡിവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് അതിനാവശ്യമായ തുണി ആവശ്യമായ സൈസിലും ഷേപ്പിലും മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. കട്ടിംഗ് ദി ക്ലോത്ത്, ദെൻ സ്റ്റിച്ചിങ്, ദെൻ നമുക്ക് ബട്ടൺ പിടിപ്പിക്കണം, കോളർ പിടിപ്പിക്കണം, ഇത്തരത്തില് അയണിങ്, പാക്കിങ്, ഇങ്ങനെ ഷർട്ട് സ്റ്റിച്ചിങ്ങിൽ അടങ്ങിയിരിക്കുന്ന വിവിധ പ്രോസസ്സുകളെ ചെറിയ ചെറിയ വർക്കുകളായി തിരിച്ച് ഒരു വിഭാഗം തൊഴിലാളികളെ ഷർട്ടിന്റെ തുണി കട്ട് ചെയ്യുന്ന ജോലി മാത്രം ഏൽപ്പിച്ചു കൊടുക്കുക, മറ്റൊരു വിഭാഗം തൊഴിലാളികളെ സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി മാത്രം ഏൽപ്പിച്ചു കൊടുക്കുക, മറ്റൊരു വിഭാഗം തൊഴിലാളികളോട് കോളർ ഫിറ്റ് ചെയ്യാൻ പറയുക, ഇത്തരത്തില് അയണിങ്, പാക്കിങ്, ഇങ്ങനെ ഈ ഒരു കോംപ്ലക്സ് ടാസ്കിനെ നമ്മൾ ചെറിയ ചെറിയ യൂണിറ്റുകളായി തിരിച്ച് തൊഴിലാളികളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഡിവിഷൻ ഓഫ് ലേബർ. എന്താണ് ഇത്തരത്തിലുള്ള ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുള്ള പ്രയോജനം? അക്കോർഡിംഗ് ടു ഫയോൾ, ഡിവിഷൻ ഓഫ് ലേബർ ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. വൈദഗ്ധ്യവൽക്കരണത്തിലേക്ക്. ആ ഒരു ചെറിയ ടാസ്ക് മാത്രമാണ് ആ തൊഴിലാളികൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായി അതേ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആ ജോലിയിൽ എക്സ്പേർട്ട് ആയി തീരുന്നു. അങ്ങനെ അയാളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ മിനിമം വേസ്റ്റേജ് മാത്രമാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജിലൂടെ നമുക്ക് കൂടുതൽ ലാഭകരമായ രീതിയിൽ ആ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുള്ള ഗുണം. ഡിവിഷൻ ഓഫ് ലേബർ ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. സോ ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് division of labor, means subdividing a complex task into small elements. The second principle is parity between authority and responsibility. What do you mean by authority? Authority is the right to give orders to the subordinates. തന്റെ തൊഴിലാളികൾക്ക്, സബോർഡിനേറ്റ്സിന് ജോലികൾ ചെയ്യുന്നതിന് ആവശ്യമായ ആജ്ഞകൾ കൊടുക്കുവാനുള്ള ഒരാളുടെ പവറിനെയാണ് അതോറിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. On the other hand, responsibility means obligation on the part of the subordinate to perform that assigned duties, assigned work. സബോർഡിനേറ്റ്സിന് അസൈൻ ചെയ്തു കൊടുത്തിരിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്യുവാനുള്ള സബോർഡിനേറ്റ്സിന്റെ ആ ഒബ്ലിഗേഷനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. According to Fayol, an organization should strike a balance between authority and responsibility. അധികാരവും ഉത്തരവാദിത്വവും യോജിച്ചു പോകണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്.
നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് ഒരു ദിവസം ആവശ്യപ്പെടുകയാണ് 10 കിലോ അരി വാങ്ങണം. നമുക്കറിയാം 1 കിലോ അരിക്ക് 35 രൂപ 40 രൂപ വിലയുണ്ട്. 35 രൂപയാണെന്ന് സങ്കല്പിക്കുക. 10 കിലോ അരി വാങ്ങണമെങ്കിൽ അച്ഛൻ നിങ്ങൾക്ക് 350 രൂപ തരണം. But your father gives you only 100 rupees. You have to buy 10 kg of rice. Is it possible? You can't perform that task. You got a responsibility. 10 കിലോ അരി വാങ്ങുവാനുള്ള റെസ്പോൺസിബിലിറ്റി കിട്ടി. പക്ഷെ നിങ്ങൾക്ക് അത് വാങ്ങുന്നതിന് ആവശ്യമായ പണം നിങ്ങളെ അച്ഛൻ ഏൽപ്പിച്ചില്ല. അപ്പോൾ യു ക്യാൻ പെർഫോം ദാറ്റ് ടാസ്ക്. ഫയോള് പറയുന്നു, റെസ്പോൺസിബിലിറ്റി കൊടുത്താൽ അത് പെർഫോം ചെയ്യുന്നതിന് ഈക്വലന്റ് ആയ അതോറിറ്റി കൊടുക്കണം. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. This is what is called a parity between authority and responsibility. The third principle is discipline. What do you mean by discipline? അച്ചടക്കം ഉണ്ടായിരിക്കുക. Discipline means obedience, respect of authority, observance of established rules. നിങ്ങളുടെ സ്കൂളിൽ എല്ലാ ദിവസവും 9 മണിക്ക് വരേണ്ട നിങ്ങൾ 9:30ക്കാണ് എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടെന്ന് അവകാശപ്പെടാൻ നമുക്ക് സാധിക്കില്ല. ഒരു തൊഴിലാളി 8 മണിക്ക് അദ്ദേഹം ഫാക്ടറിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്, പഞ്ച് ചെയ്യേണ്ടതാണ്. പക്ഷെ അയാൾ ഇന്നും സ്ഥിരമായി താമസിക്കുന്നു. 8:30-ക്കോ 9 മണിക്കോ ആണ് എത്തുന്നത് എങ്കിൽ അയാൾ ഒരു ഡിസിപ്ലിൻഡ് തൊഴിലാളിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഫയോൾ പറയുന്നു, ഒരു സ്ഥാപനത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാവണം, ഒബീഡിയൻസ്, റെസ്പെക്ട് ഓഫ് അതോറിറ്റി, ഒബ്സർവൻസ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ്. അവിടെയുള്ള നിയമങ്ങൾ പാലിക്കപ്പെടണം. It is required not only on the part of workers but also on the part of management. Workers മാത്രം കൃത്യമായി ഡിസിപ്ലിൻഡ് ആയാൽ പോരാ, എല്ലാവരും വർക്കേഴ്സും മാനേജേഴ്സും ഒക്കെ ഡിസിപ്ലിൻഡ് ആവണമെന്നാണ് ഇവിടെ ഫയോൾ ആവശ്യപ്പെടുന്നത്. So the third principle is discipline. The fourth principle is unity of command. The subordinates should be given orders only from one superior. തൊഴിലാളികൾക്ക് ഒരൊറ്റ സുപ്പീരിയർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. If there is more than one superior, that subordinate will be confused. For example, നിങ്ങളുടെ ക്ലാസ്സിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് സങ്കല്പിക്കുക, നാളെ ശനിയാഴ്ചയാണ്, നാളെ ഒരു സ്പെഷ്യൽ ക്ലാസ് വയ്ക്കുകയാണ്. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങളോട് പറയുകയാണ്, നാളെ ഇംഗ്ലീഷ് ടീച്ചർ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട്, 10 മണി മുതലാണ് ക്ലാസ്, 1 മണി വരെ. ഓക്കെ, അടുത്ത പീരീഡ് നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ നിങ്ങളോട് പറയുകയാണ്, ഇംഗ്ലീഷിന്റെ സ്പെഷ്യൽ ക്ലാസ് നാളെയുണ്ട്, നാളെ 9 മണി മുതൽ 1 മണി വരെയാണ് ക്ലാസ്. ഇതിനുശേഷം വൈകുന്നേരമായപ്പോൾ പ്രിൻസിപ്പൽ നിങ്ങളെ റിമൈൻഡ് ചെയ്യുകയാണ്, നാളെ ക്ലാസ് ഉണ്ട്, രാവിലെ 9 മണി മുതൽ 4 മണി വരെയാണ് ക്ലാസ്. 3 പേരാണ് നിങ്ങൾക്ക് ഓർഡേഴ്സ് നൽകിയത്. ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനായി, രാവിലെ എപ്പോൾ വരണം, ഉച്ചവരെയാണോ ക്ലാസ് ഉള്ളത്, ചോറ് കൊണ്ടുവരണമോ, വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടോ, ഇത്തരത്തിലുള്ള ഒരു 100 സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടായത്? You got orders from 3 persons. അപ്പൊ ഇവിടെ ഫയോൾ പറയുന്നു, ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ മാത്രം ഉണ്ടാവുക, അയാളിൽ നിന്ന് മാത്രം ഓർഡറുകൾ സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ സബോർഡിനേറ്റ്സിന് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവുകയില്ല എന്നാണ് ഫയോൾ ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next principle is unity of direction. Unity of direction means there should be one head and one plan for a group having same objectives. ഒരേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരു ഹെഡ് ഉണ്ടായിരിക്കുക, ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക, ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ എല്ലാവരും സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് വളരെ വേഗം ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. That is called unity of direction. The sixth principle is subordination of individual interest to group interest. The interest of the organization is more important than the interest of
individuals. There are two types of interest. വ്യക്തി താല്പര്യങ്ങളുണ്ട്, ഓർഗനൈസേഷന്റെ താല്പര്യങ്ങളുണ്ട്. ഒരു ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നാണ് ഫയോളി പ്രിൻസിപ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. The interest of the organization should prevail upon the interest of the individual. The seventh point is fair remuneration. The remuneration should be fair and reasonable. അതായത് it should be acceptable to both the parties. Both the parties means the employer and employee. Remuneration കൂടുതൽ കൊടുത്താൽ തൊഴിലാളികൾ സന്തോഷത്തിലായിരിക്കും. അപ്പോൾ ഓണേഴ്സ് സഫർ ചെയ്യപ്പെടും. തിരിച്ച് റെമ്യൂണറേഷൻ കുറച്ചു കൊടുത്താലോ ഓണേഴ്സിന് ഹാപ്പിയാണ്, പക്ഷെ തൊഴിലാളികൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയില്ല. രണ്ടു കൂട്ടരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റെമ്യൂണറേഷൻ പോളിസി ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് ഫെയർ റെമ്യൂണറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. So we have discussed 7 points. The first one is division of labor. The second principle is parity between authority and responsibility. The third one is discipline. Fourth one, unity of command. Fifth one, unity of direction. Sixth point, subordination of individual interest to group interest. And the seventh one is fair remuneration. The next principle is centralization and decentralization. Centralization means concentration of authority at the top level. അധികാരങ്ങൾ എല്ലാം മേൽതലങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതിനെയാണ് സെൻട്രലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. On the other hand, decentralization means dispersal of authority to the lower levels. അധികാരങ്ങളെല്ലാം താഴെ തലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. According to Fayol, complete centralization or complete decentralization is not advisable. He says that an organization should strike a balance between centralization and decentralization. That is the 8th principle. ഒൻപതാമത്തെ principle, scalar chain. Scalar chain refers to the chain of superiors ranking from the top level to the bottom level. അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒഴുകുന്ന, മേളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്ന ആ ഒരു ചെയിനെയാണ് സ്കാലാർ ചെയിൻ എന്നതുകൊണ്ട് ഫയോൾ അർത്ഥമാക്കുന്നത്. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ എ എന്ന് പറയുന്ന സുപ്പീരിയർ അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ താഴെയുള്ള ബി, സി, ഡി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർക്ക്, അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം ഇ, എഫ്, ജി ഇത്തരത്തിലുള്ള മറ്റൊരു സബോർഡിനേറ്റ്സിന് അദ്ദേഹം തന്നെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങൾ വീതം വെച്ച് നൽകുന്നു. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു ചെയിനാണ് ഈ സ്കാലർ ചെയിൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പൊ എ എന്ന് പറയുന്ന സുപ്പീരിയർക്ക് ഡിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ ഹി ക്യാൻ യൂസ് ദിസ് ഒഫീഷ്യൽ പാത്ത്. എ എന്ന് പറയുന്ന സുപ്പീരിയർക്ക് ജിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ ഈ ഒഫീഷ്യൽ പാത്തിലൂടെ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. There is delay in communication. So Fayol gives a solution for that difficulty. He says about gang plan. എന്താണ് gang plan എന്ന് പറഞ്ഞാൽ, ഇത്തരത്തില് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ട് ആവുന്ന ഒരു എമർജൻസി സിറ്റുവേഷനിൽ സപ്പോസ് ഡി എന്ന് പറയുന്ന ഒരു തൊഴിലാളിക്ക് ജി എന്ന് പറയുന്ന ഒരു തൊഴിലാളിയോട്, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലുള്ള തൊഴിലാളിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒഫീഷ്യൽ പാത്തിലൂടെ പോകുന്നതിന് പകരം he can short circuit the chain of command. That is called gang plan. So scalar chain refers to the chain of superiors ranking from top level to the bottom level. In emergency we can shortcut this chain of command. That is called a gang plan. The next principle is order. ക്രമം ഉണ്ടായിരിക്കുക. Fayol says about two types of order, social order and material order. Social order means a right person in the right job. നമ്മൾ ഒരു തൊഴിലാളിയെ ഒരു ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അതിന് യോഗ്യനായ ഒരാളെ ആയിരിക്കണം നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടത്. Right person in the right job. That is called the social order. At the same time, material order. Right things at the right place.
നമ്മുടെ സ്ഥാപനത്തിൽ ഓരോരോ സാധനങ്ങൾക്കും, മെഷീൻ ആവട്ടെ, മെറ്റീരിയൽ ആവട്ടെ, ടൂൾസ് ആയിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മെറ്റീരിയൽ ഓർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. നമ്മൾ നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ അതിഥികൾ ചേരാറുണ്ട്. നമ്മുടെ വീട്ടിലെ കോളിംഗ് ബെല്ല് സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ വീടിനകത്ത് നമ്മളാകെ പരിഭ്രാന്തരാകും. സാധനങ്ങളെല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അച്ഛൻ ഒരു വഴി ഓടുന്നു, അമ്മ ഒരു വഴി ഓടുന്നു, കുട്ടികൾ ഒരു വഴി ഓടുന്നു. ഇതെല്ലാം പെറുക്കി വയ്ക്കുന്നതിനുള്ള തിരക്കിലായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഒരു ക്രമമില്ലാത്തതുകൊണ്ടാണ്, ഒരു ഓർഡർ ഇല്ലാത്തതുകൊണ്ടാണ്. വീടായാലും ഒരു ബിസിനസ് സ്ഥാപനമായാലും എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെതായ ചില സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ നമ്മളത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം നമുക്ക് ഉണ്ടാവുകയില്ല. ദാറ്റ് ഈസ് കോൾഡ് ഓർഡർ. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഓർഡർ, സോഷ്യൽ ഓർഡർ ആൻഡ് മെറ്റീരിയൽ ഓർഡർ. The next principle is, 11th principle is equity. Equity means justice and kindliness. Superiors should be impartial while dealing with the subordinates. There should not be any type of discrimination on the basis of sex, language or religion, caste, etc. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ ഒരേ തൊഴിൽ ചെയ്യുന്ന ഒരു പുരുഷ തൊഴിലാളിക്കും സ്ത്രീ തൊഴിലാളിക്കും കിട്ടുന്ന വേതനത്തിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കുന്ന നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് നമ്മൾ കൊടുക്കുന്ന കൂലി ഒരു മലയാളി തൊഴിലാളി കൊടുക്കുന്നതിനേക്കാൾ കുറവാണ്. ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നതാണ് ഇക്വിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. The next principle is, 12th principle is stability of tenure of personnel. That means employees should not be shifted frequently from their positions. ഒരു തൊഴിലാളിയെ ഒരു പൊസിഷനിൽ ഇരുത്തി കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ആവശ്യം വേണ്ടത്ര സമയം, അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റുമായി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ സമയം അദ്ദേഹത്തിന് നൽകണം. അദ്ദേഹത്തെ ഒരു തൊഴിലിരുത്തി ഒരു മാസം കഴിയുമ്പോൾ അടുത്ത ഒരു തൊഴിലേക്ക് മാറ്റി അങ്ങനെ അയാളെ ഷഫിൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. We have to give enough time for him to adjust with the environment. എങ്കിൽ മാത്രമാണ് ആ തൊഴിലാളിയിൽ നിന്ന് നമുക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി കിട്ടുകയുള്ളൂ. സെക്കൻഡ് ഇയർ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രിൻസിപ്പൽ നിങ്ങളോടൊന്ന് പറയുകയാണ്, ഈ ക്ലാസിന്റെ ക്ലാസ് ചാർജ് ഇംഗ്ലീഷ് ടീച്ചർക്കായിരിക്കും. ഓക്കെ, ഇംഗ്ലീഷ് ടീച്ചറോട് നമ്മളത് പറഞ്ഞു, സ്റ്റുഡൻസിനോട് പറയുന്നു, അവരെ ആ ഇംഗ്ലീഷ് ടീച്ചറെ, ക്ലാസ് ടീച്ചറെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ സപ്പോസ് പ്രിൻസിപ്പൽ നിങ്ങളോട് പറയുകയാണ്, ഈ ആഴ്ച മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ അക്കൗണ്ടൻസി പഠിപ്പിക്കുന്ന സാറായിരിക്കും. നിങ്ങൾക്കും പ്രശ്നമാണ്, ആ ഇംഗ്ലീഷ് അധ്യാപകർക്ക് പ്രശ്നമാണ്, അക്കൗണ്ടൻസി പഠിപ്പിക്കുന്ന സാറിന് പ്രശ്നമാണ്. ഇത്തരത്തിൽ ക്ലാസ് ടീച്ചർ മാറിക്കൊണ്ടിരുന്നാൽ ആ ക്ലാസിന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കൃത്യമായി നടക്കാതെ വരും. ഇവിടെയും നമ്മൾ ഫൈവോട് പറയുന്നത് തന്നെയാണ്, employees should not be shifted frequently. We have to give enough time for them to adjust. The 13th principle is initiative. Subordinates should be given an opportunity to take initiative. What do you mean by initiative? Initiative means eagerness to do something without asking for. നമ്മൾ ചോദിക്കാതെ തന്നെ സ്വമേധയാ എടുത്ത് ചില കാര്യങ്ങൾ ചെയ്യുന്ന രീതിയാണ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുക. ചില തൊഴിലാളികൾ വളരെയധികം ഇനിഷ്യേറ്റീവ് എടുക്കും. eagerness to do something without asking for. അവരോട് ആവശ്യപ്പെടണ്ട, അവർ ചെയ്യാൻ തയ്യാറാണ്. So we have to give opportunities them to take initiative. That is the 13th principle, initiative. And the last 14th principle, spirited ethos. Unity is strength. നമ്മളൊരു ടീം വർക്കായിട്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം. ആസ് എ ടീം നമ്മുടെ ലക്ഷ്യം ഒന്നായിരിക്കണം. വളരെയധികം സഹകരണത്തോടുകൂടി ഒരു ടീമായി നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ we can very easily attain the objective. That is the 4th principle, spirited ethos. So we have discussed 14 principles developed by Henry Fayol. I will say once more, I will repeat once more. The first one is division of labor. Second one is parity between authority and responsibility. Third one is discipline. Fourth one, unity of command. Fifth point is unity of direction. Sixth one, subordination of individual interest to group interest. Seventh point, fair remuneration. And the 8th principle is centralization and decentralization.
The ninth one is scalar chain. When we discuss about scalar chain, we have to think about gangplank. The 10th point is order. 11th one is equity. 12th point is stability of tenor of personnel. 13th one is initiative. And the last one is spirit de corps. ഈ വീഡിയോ പ്രസന്റേഷനിൽ നിങ്ങൾ കാണുന്ന ഈ നോട്ടുകൾ കുറിച്ചെടുക്കുക, നന്നായി പഠിക്കുക, നിങ്ങളുടെ ടീച്ചേഴ്സിന് ഇത് പ്രസന്റ് ചെയ്യുക. അതിജീവിക്കാം നമുക്ക് എല്ലാ പ്രശ്നങ്ങളെയും. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. നന്ദി, നമസ്കാരം.